സൗദി അറേബ്യയിൽ പ്രീമിയം റെസിഡൻസി പ്രോഗ്രാമുകളുടെ ഫീസുകളും നടപടിക്രമങ്ങളും പുനഃപരിശോധിക്കാൻ ഷൂറ കൌൺസിൽ ഉത്തരവിട്ടു. ആഗോളതലത്തിൽ പദ്ധതിയുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനുമാണ് ഈ സുപ്രധാന നടപടി. പ്രീമിയം ഇഖാമ ഉടമകളായ അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ ബിസിനസ് ആരംഭിക്കാൻ പ്രത്യേക ആനുകൂല്യങ്ങളും പ്രോത്സാഹനങ്ങളും നൽകണമെന്നും കൌൺസിൽ ആവശ്യപ്പെട്ടു. ഷൂറ കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മിഷൽ അൽ സുല്ലമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന 31ാമത് യോഗത്തിലാണ് സുപ്രധാനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. പ്രീമിയം ഇഖാമയുടെ ഫീസുകളിലും ഇഖാമ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലും പുനഃപരിശോധന വേണമെന്നാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. പ്രീമിയം റെസിഡൻസി സെന്ററിന്റെ വാർഷിക റിപ്പോർട്ട് മുൻനിർത്തിയാണ് ഈ നിർദ്ദേശങ്ങൾ. ആഗോളതലത്തിലുള്ള മറ്റു സമാന വിസ പ്രോഗ്രാമുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സൗദി പ്രീമിയം ഇഖാമയുടെ ഫീസുകളും അപേക്ഷാ നടപടികളും എത്രത്തോളം ജനകീയമാണെന്ന് സമഗ്രമായി വിലയിരുത്താൻ കൌൺസിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടു. ഇതിലൂടെ വൻകിട നിക്ഷേപകർക്കും വ്യവസായികൾക്കും കൂടുതൽ അനുകൂലമായ അന്തരീക്ഷം രാജ്യത്ത് ഒരുക്കുകയാണ് ലക്ഷ്യം. റിയാദ്, ജിദ്ദ പോലുള്ള പ്രധാന നഗരങ്ങൾക്ക് പുറമെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും നിക്ഷേപങ്ങൾ വ്യാപിപ്പിക്കാൻ പ്രീമിയം ഇഖാമ ഉടമകളെ പ്രോത്സാഹിപ്പിക്കും. ഇതിനായി ഇവർക്ക് പ്രത്യേക നികുതി ഇളവുകളോ ഭരണപരമായ മറ്റു ആനുകൂല്യങ്ങളോ നൽകാനാണ് ഷൂറ കൌൺസിൽ നിർദ്ദേശിക്കുന്നത്. വിഷൻ 2030ന്റെ ഭാഗമായി രാജ്യത്തിന്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് പ്രീമിയം റെസിഡൻസി പദ്ധതികൾ വലിയ സംഭാവനയാണ് നൽകുന്നത്. ഈ സാഹചര്യത്തിൽ പദ്ധതിയുടെ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിലൂടെ ആഗോള നിക്ഷേപ ഭൂപടത്തിൽ സൗദി അറേബ്യയുടെ സ്ഥാനം കൂടുതൽ ശക്തമാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.